ഒപ്പം പദ്ധതിയിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലൈറ്റ് ലാമ്പിൻ്റെ മോഡിയിലുള്ള ഡിസൈനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പല വെറൈറ്റിയിലും പല രൂപത്തിലുമാണ് ഈ മോഡൽ പണിയുന്നത്. പല മോഡലിലാണ് കേട്ടോ ലൈറ്റ് ലാമ്പിൻ്റെ മോഡൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചതുരത്തിനും ത്രികോണത്തിലൊക്കെയാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ചേട്ടൻ എന്ത് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു വെച്ചാണ് അളവ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ അതേപോലെ തന്നെ വേറെ വെറൈറ്റി മോഡലിലാണ് കേട്ടോ അതൊക്കെ പണിയുന്നത്. അവരൊക്കെ പണി ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ, എന്ത് ഡിസൈനിലാണെന്ന് നോക്കിയേ. അതേപോലെ തന്നെ ലൈറ്റ് ലാമ്പിൻ്റെ വേറൊരു ഇതാണ് ഈ ചേച്ചിമാരൊക്കെ ചെയ്യുന്നത്. മോഡലാണ് കേട്ടോ അതൊക്കെ. വെറൈറ്റി മോഡലിലാണ് ഇവർ പണിയുന്നത്. അവരിരുന്ന് നെയ്യുന്നത് നോക്കിയേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ കാണാൻ. നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ. നമ്മളെ ചേട്ടൻ പണ്ട് കാലത്തുള്ള ഒരു വഞ്ചി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു വഞ്ചി ഫുൾ പണി തീർന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ പുതിയ വെറൈറ്റിയിലുള്ള ലൈറ്റ് ലാമ്പാണ് കേട്ടോ. പല രൂപത്തിലും മോഡലിലൊക്കെയാണ് കേട്ടോ ലൈറ്റ് ലാമ്പ് പണിയുന്നത്. നല്ല ഭംഗിയാണ് നോക്കിയേ. അതിൽ ഓരോരോ ഡിസൈനൊക്കെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈറയിലൊരു ഫ്ലവർ ശരിയാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അതേപോലെ തന്നെ നമ്മളെ ചേച്ചി പണ്ട് കാലത്തുള്ള മംഗലം ഈറയിൽ നെയ്ത് പണിയൊക്കെ തീർന്നതിൻ്റെ അതിന് ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാധനം. അതിൻ്റെ ഉൾഭാഗം നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. അങ്ങനെ നമ്മളെ ലൈറ്റ് ലാമ്പിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അത് ഇനി ലൈറ്റ് ലാമ്പിൻ്റെ പണിക്ക് വേണ്ടി ചേട്ടന്മാരൊക്കെ നിന്ന് നെയ്യുന്നുണ്ട്. പല രൂപത്തിലൊക്കെ നിന്ന് ഈറ വെച്ച് നെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചേട്ടനൊക്കെ ഇവിടെ ഭയങ്കര റിസ്ക്കിലാണ് കേട്ടോ ഇതൊക്കെ ജോലി ചെയ്യുന്നത്. അതേപോലെ ദാ ലൈറ്റ് ലാമ്പിൻ്റെ വേറൊരു മോഡലാണിത്. അത് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ, എന്ത് ഭംഗി നോക്കിയേ അതൊക്കെ കാണാൻ. എന്ത് രസം നോക്കിയേ. നല്ലൊരു ഷേപ്പും മോഡലൊക്കെയാണ് കേട്ടോ അതൊക്കെ കാണിക്കുന്നത്. പിന്നെ മോഡലിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അങ്ങനെ വീശറിക്കുള്ള പണികളൊന്നും തീർന്നിട്ടില്ല. വീശറിക്കുള്ള പായൊക്കെ നെയ്ത് വാരി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി വീശറിയിലെ കണക്കിന് കട്ട് ചെയ്തൊക്കെ വേണം എടുക്കാൻ. അതേപോലെ തന്നെ നമ്മളെ കുഞ്ഞനിയത്തിമാരൊക്കെ ഇരുന്ന് ലൈറ്റ് ലാമ്പൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെയാണ് നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ ചേച്ചിമാരൊക്കെ ഇരുന്ന് വീശറിക്കുള്ള പാ നെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നെയ്ത് തീർന്നിട്ടില്ല കേട്ടോ. അത് ഒരുപാടുണ്ട് നെയ്യാൻ. അവരങ്ങനെ റിസ്ക്കൊക്കെ പിടിച്ച് അങ്ങനെ നെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. നല്ലൊരു റിസ്ക്കിലൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഈ വീശറിയിലെ മോഡലും ഡിസൈനൊക്കെ ചെയ്താണ് കേട്ടോ, അളവ് ചെയ്താണ് കട്ട് ചെയ്ത് എടുക്കുന്നത് വീശറിയിലെ മോഡലായിട്ട്. അതേപോലെ ചേച്ചിയിലെ വീശറിയിലെ പണിയൊക്കെ തീർന്നു കേട്ടോ. അതേപോലെ നമ്മളെ വഞ്ചിയൊക്കെ തയ്യാറായിരിക്കുന്നു കേട്ടോ. വഞ്ചി, കുട്ട, ലൈറ്റ് ലാമ്പ് ഓരോന്നിൻ്റെ ഡിസൈനൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കുഞ്ഞു പിള്ളേർക്കുള്ള കൊച്ചു വീശറിയൊക്കെ നമ്മളിവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പൂച്ചട്ടി, ഫ്ലവർ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിയേ. അതേപോലെ തന്നെ വേറൊരു ലൈറ്റ് ലാമ്പിൻ്റെ മോഡലാണ് കേട്ടോ. ഇതിൻ്റെ പണി കംപ്ലീറ്റും തീർന്നിട്ടില്ല. തീരുമ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിത് നേരത്തെ നെയ്ത് വെച്ചിരുന്ന കുട്ടകളും